ഒയാസിസ് കമ്പനി വാട്ടർ അതോറിറ്റിയെ സമീപിച്ചത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. മദ്യനിർമ്മാണശാലയ്ക്ക് പകരം എണ്ണയിൽ നിന്നുള്ള എഥനോൾ ഉൽപാദന കമ്പനി എന്നാണ് പറഞ്ഞതെന്നാണ് സൂപ്രണ്ടിന് എഞ്ചിനീയർ സുരേന്ദ്രൻ പറഞ്ഞത്. മലമ്പുഴയിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ കിൻഫ്രയിലേക്ക് വെള്ളം കൊടുത്താൽ പ്രശ്നമുണ്ടാകില്ല എന്നും പറഞ്ഞിരുന്നു. എന്നാൽ വേനൽ കടുത്താൽ ഭാരതപ്പുഴയിലെ കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളം നൽകാൻ കഴിയില്ല എന്നും സുരേന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. കേൾക്കാം. വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുരേന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ ഈ പാലക്കാട് എലപ്പുള്ളിയിൽ ഈ ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വിവാദങ്ങൾ നടക്കണം. അപ്പോൾ അവർ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചത് മലമ്പുഴയിൽ നിന്നുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് അതിൻ്റെ വിശദാംശം? വാട്ടർ അതോറിറ്റിക്ക് കഴിഞ്ഞ ജൂൺ 2023 ഒരു കത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഭാരത് പെട്രോളിയം കമ്പനിയുടെ ഒരു ടെൻഡറിൽ പങ്കെടുക്കുവാനായിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സമർപ്പിക്കാൻ ഒരു ലെറ്റർ വെള്ളം കിട്ടാനുള്ള ലഭ്യതയെക്കുറിച്ചൊരു ലെറ്റർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ബേസ് ചെയ്തിട്ടാണ് അവർ കത്ത് തന്നത്. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കിൻഫ്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു 10 MLD പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കിൻഫ്ര. അതിൽ നിന്ന് അവൈലബിൾ ഉണ്ടെങ്കിൽ എടുക്കാം എന്ന രീതിയിലാണ് കത്ത് കൊടുത്തത്. പക്ഷെ അവരത് വെള്ളം തന്നു എന്നുള്ള രീതിയിലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മദ്യനിർമ്മാണശാലയോട് വെള്ളം എടുത്താൽ അത്രയും വെള്ളം ശരിക്കും മലമ്പുഴ ഡാമിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാകുമോ? അതിൻ്റെ കണക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയണം. പക്ഷേ നമുക്ക് തന്നിരിക്കുന്നത് 96 MLD ആണ് കുടിവെള്ള ആവശ്യത്തിന് എടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ നമ്മൾ വാട്ടർ അതോറിറ്റി എടുത്തുകൊണ്ടിരിക്കുന്നതും ഇനി ഇപ്പോൾ 2 ജലജീവ മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ പദ്ധതികൾ കഴിച്ചിട്ട് 10 MLD ബാക്കിയുണ്ട്. അതായത് കിൻഫ്രയ്ക്ക് കൊടുക്കാവുന്നതാണ്. ഭാരതപ്പുഴയിലേക്ക് നമ്മൾ വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് കൊടുക്കുന്നതാണ് വെള്ളം. അപ്പോൾ അത് കുറവ് വരുമോ? അത് കഴിഞ്ഞ വേനൽ നമുക്ക് ഭാരതപ്പുഴയിലെ സ്കീമുകൾക്ക് വെള്ളം മലമ്പുഴ ഡാമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം മഴ നല്ലപോലെയുള്ള കാരണം അതുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ കൂടുതൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഭാരതപ്പുഴയിലുള്ള ഷൊർണൂർ ഡിവിഷൻ്റെ കീഴിൽ സ്കീമുകളുണ്ട്, തൃശ്ശൂർ ജില്ലയിലെ സ്കീമുകളുണ്ട്. അവിടേക്കൊക്കെ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ട്. എന്തായാലും മലമ്പുഴയിൽ തന്നെ വെള്ളം കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലേ? അത് ഗവൺമെൻറ് ലെവലിൽ തീരുമാനം എടുക്കേണ്ടി വരും. നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല. എന്തായാലും വാട്ടർ അതോറിറ്റി ഒരു അനുകൂല നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മലഘോഷിനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.